ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഇല്ല, പനിയും ചുമയൊന്നും മാറിയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാ. സ്നേഹം അത് ഹൃദയമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള വികാരമാണ്. എല്ലാ കാലത്തും മറ്റുള്ളവർക്ക് നമ്മളോടത് ഉണ്ടാകും എന്ന് വിചാരിക്കരുത് കേട്ടോ. കിട്ടുമ്പോൾ വാങ്ങിക്കുക, ആവോളം തിരിച്ചു കൊടുക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. പറയാനായിട്ട് എത്ര എളുപ്പമാണല്ലേ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കാന്ന്. നമ്മൾ ഒത്തിരി പേരും പ്രണയത്തിലായിരിക്കുന്നവരാ, പ്രണയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ഒരു പ്രണയത്തിലാകാൻ പോകുന്നവരാ. പക്ഷേ തിരികെ കിട്ടാത്തൊരു പ്രണയം, അത് എത്രത്തോളം അങ്ങോട്ട് കൊടുക്കാൻ നമുക്ക് കഴിയും? ഒരു ചോദ്യത്തോടെയാണ് ഇന്ന് ലവ് ബൈറ്റ്സ് തുടങ്ങുന്നത് കേട്ടോ. സ്റ്റേ ട്യൂൺ ടു ക്ലബ് FM, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു കേരളാസ് നമ്പർ 1 FM ക്ലബ് FM. ദിസ് ഇസ് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. റീനു മാത്രല്ല, ഹായ്, ദിസ് ഈസ് രാധിക വിത്ത് റീനു ഓൺ ക്ലബ് FM. രാധിക എന്ന് പറയുമ്പോൾ ക്ലാസ്മേറ്റ്സിലൂടെ നമ്മൾ ആരും അറിയാതെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ചേക്കേറിയ ആ സുന്ദരി കുട്ടി പെൻഗ്വിനെ. ഹായ് രാധിക. ഹായ് റീനു. സമയം കളയണ രാധിക, ലവ് ബൈറ്റ്സിന്റെ നേരമല്ലേ. വാട്ട് ഈസ് ലവ് ഫോർ രാധിക? പ്രണയം ശരിക്കും വണ്ടർഫുൾ ഫീലിംഗ് ആണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യുവാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ചെയ്യണം. ടൈം പാസ് ലവ് ഒന്നും എൻ്റെ ഒരു ബുക്കിലില്ല. അത് കേൾക്കാൻ തന്നെ സന്തോഷമാണ്. എന്താണെന്നറിയോ, പ്രണയത്തെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് എന്നറിയുന്നത് അതൊരു മനസ്സമാധാനമാണ്. അതെ, കേട്ടോണ്ടിരിക്കുന്നവരോട് എന്നത്തെയും പോലെ ഞാൻ ഇന്നും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇൻഫാക്ട് ഒരു കാര്യം ചെയ്യാൻ പറയാ, ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. എന്റെ ബുക്കിലെ ടൈം പാസ് ലവ് ഇല്ലാന്ന് പെൻഗ്വിൻ. ക്ലാസ്മേറ്റ്സിലെ രാധിക ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ആ ബുക്കിൽ എന്താ ഉള്ളേ? എന്റെ ബുക്കിൽ എന്താ ഉള്ളത്? തൽക്കാലം പ്രണയങ്ങളൊന്നുമില്ല. ഓഹോ, പ്രണയങ്ങളില്ലേ? വേണ്ട, പ്രണയ സങ്കല്പങ്ങൾ ഉണ്ടാവില്ലേ? പ്രണയ സങ്കല്പം ഞാൻ പറഞ്ഞില്ലേ, ചെയ്യുവാണെങ്കിൽ സീരിയസ് ആയിട്ട് ചെയ്യണം, വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം, മനസ്സറിഞ്ഞ് ചെയ്യണം. അങ്ങനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളെ ഇതുവരെ കിട്ടിയില്ലേ? മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയില്ല. ശരി, സീരിയസ് ആയിട്ടുള്ള പ്രണയം ഞാൻ വിടാം. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ പ്രത്യേകിച്ച് സുന്ദര കുട്ടികൾക്ക് ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങോട്ട് ഇഷ്ടമെന്ന് പറഞ്ഞു വരും, നമുക്ക് അങ്ങോട്ടും കുറച്ച് ക്രഷൊക്കെ തോന്നും. അങ്ങനെ പഴയ കാലഘട്ടത്തിലോട്ട് പോയാൽ ഒരു ക്രഷ്, ഒരു പ്രണയം എന്തെങ്കിലും ഉണ്ടോ വഴിയിൽ? ആദ്യത്തെ ക്രഷ് ഞാൻ കോളേജ്. പിന്നെ കോളേജ് വരെ ഒരു ക്രഷും ഉണ്ടായിട്ടില്ലേ? ഇല്ല. ഞാൻ റിവേഴ്സ് അടിക്കാട്ടോ, സ്കൂളിലോട്ട് തന്നെ തിരിച്ചു പോവാ. സ്കൂളിൽ വെച്ചിട്ട് ആദ്യമായിട്ട് രാധിക ഒരാൾ ഇഷ്ടമെന്ന് പറഞ്ഞത് എന്നാ? സ്കൂളിലോ? നോ വേ. വേണ്ട, ഉത്തരം പറയുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഗേൾസ് സ്കൂളിലായിരിക്കും പഠിച്ചത്? അതെ, കോൺവെന്റ് സ്കൂളായിരുന്നു. ട്യൂഷൻ സെന്ററിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എങ്കിലും അങ്ങനെയൊന്നും പ്രപ്പോസൽ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈശ്വര, ഈ കുട്ടീനെ ഞാൻ ആദ്യം തൊട്ട് പഠിപ്പിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. അതെ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയക്കണോ? നമ്പർ 56070, ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. സ്കൂളിൽ വെച്ച് എന്നോട് ആരും ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു ഗേൾസ് സ്കൂളിലായിരുന്നു. പിന്നെ കോളേജിൽ, അവിടെയാണ് ഒരു പ്രണയത്തിന് സ്കോപ്പ് ഉണ്ടായിരുന്നത് എന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീണുവിന്റെ അടുത്ത് രാധിക പറഞ്ഞു. രാധിക, എനിക്ക് ആ സ്റ്റോറി അറിയണം, പോരട്ടെ. കോളേജില് പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പ്രപ്പോസൽ എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി അപ്പോഴത്തെ ഒരു പിള്ളേരുടെ പ്രായത്തിൽ എനിക്കിഷ്ടമാണ്, തനിക്കിഷ്ടമാണോ, അല്ലെങ്കിൽ ഒരു ലവ് ലെറ്റേഴ്സ് അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ലവ് ലെറ്റേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അയ്യോ, സങ്കടാണോ കാര്യത്തിൽ? വിഷമമൊന്നുമില്ല, നല്ല കാര്യമല്ലേ, എത്ര പേരോട് മറുപടി പറയേണ്ടി വരും. അപ്പൊ സ്വയം ഒരു സുന്ദരിയാന്ന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഈ സുന്ദരി കുട്ടിയോട് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കണ്ടേ? വേണ്ടേ? നിങ്ങളുടെ മനസ്സ് പറയുന്ന എനിക്ക് കേൾക്കാം. സോ സ്റ്റേ ട്യൂൺഡ് ടു ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് രാധിക. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.